എല്ലാ ടി സി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിൻ്റെ വൈബ് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു അല്ലേ? പൂക്കളിടലും തൃക്കാക്കരപ്പനൊക്കെ വാങ്ങി തുടങ്ങിയില്ലേ? നമുക്കറിയാം ഓണം എന്ന് പറയുന്ന ഒരു സമയത്ത് മാർക്കറ്റിലൊക്കെ ഭയങ്കര ഒരു എനർജിയാണ് അല്ലേ? ഒരുപാട് സാധനങ്ങൾ വാങ്ങാനായിട്ടും ഈ ഓണത്തിന് മാത്രം കാണുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതിലൊന്നിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി കാണാനും വാങ്ങാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ പ്രത്യേക ഒരു വൈബാണ്. ആ വൈബ് നോക്കാനാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഓണ വൈബുമായിട്ട്. ഇപ്പോൾ ദാ നമ്മൾ എത്തിയിട്ടുള്ളത് ഇരിങ്ങാലക്കുടയിലാണ് കേട്ടോ. ഇരിങ്ങാലക്കുടയിൽ ഓണ വഴിക്ക് ഇങ്ങനെ തൃക്കാക്കരപ്പനൊക്കെ വിൽക്കുന്ന ഒരു ചേട്ടനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചേട്ടൻ്റെ പേരെന്താ? സജീഷ്. വീട് ഇവിടെ തന്നെയാണോ? അടുത്താണോ? ആമ്പല്ലൂര്. ആമ്പല്ലൂരാണ്. ആമ്പല്ലൂരിൽ നിന്ന് ഇരിങ്ങാലക്കുട വന്നിട്ട് ഇത് വിൽക്കാനായിട്ട് വരുന്നതാണോ? അതെ. എല്ലാ കൊല്ലവും ഇതിങ്ങനെ തൃക്കാക്കരപ്പന് വിൽക്കുന്ന പതിവുണ്ടോ? 10 കൊല്ലം ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഓണക്കാലം ആവുമ്പോ നമ്മൾ ഉണരും അല്ലേ? നമ്മുടെ ഒരു സമയമാണ് ഓണക്കാലം അല്ലേ? അതെ. ഇത് ചേട്ടൻ ഉണ്ടാക്കുന്നതാണോ? എങ്ങനെയാ? അത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ ഓണക്കാലത്താണ് ഇതിന്റെ വിപണി. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് എപ്പോ മുതലാണ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക? ഒരു 3 മാസം മുമ്പ് ഉണ്ടാക്കും. ഒരു കഴിഞ്ഞ 3 മാസം മുതലുള്ള നമ്മുടെ ഒരു അധ്വാനത്തിന്റെ ഫലം ആണ് ഈ ഓണക്കാലത്താണ് നമുക്ക് കിട്ടുക അല്ലേ? ചേട്ടൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? മറ്റേ കൂലിപ്പണിക്ക് പോണ്ട്. വാഴക്കാട് പണിക്ക്. ഈ ഓണക്കാലം ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇറങ്ങും അല്ലേ? എങ്ങനെയാണ് ആളുകളൊക്കെ വാങ്ങി തുടങ്ങിയോ തൃക്കാക്കരപ്പൻ? വാങ്ങുന്നുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴാണ് കച്ചവടം കൂടുതലുണ്ടാവുക. നമ്മൾ ഈ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് ഒരു ഓടി വന്ന് ഇതൊക്കെ വാങ്ങി കൊണ്ടുപോകുന്ന ഒരു പതിവാണല്ലേ? നമ്മൾ എല്ലാ 10 വർഷമായിട്ട് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ഓണക്കാലത്ത് വരുന്ന മാറ്റങ്ങൾ ചേട്ടന് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും? അതായത് 10 വർഷം മുൻപ് മുതൽ ഓരോ വർഷം ഇങ്ങനെ മാറി ഇപ്പോൾ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? മാറ്റങ്ങൾ എന്ന് വെച്ചാൽ എല്ലാവരും തൃക്കാക്കരപ്പൻ വാങ്ങുന്നുണ്ട്. മറ്റേ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ ടൈമിൽ പോലും ആൾക്കാർ വാങ്ങി കൊടുന്നു. പിന്നെ കൊറോണ കാലത്തൊക്കെ വാങ്ങി കൊടുന്നു. നമ്മളെപ്പോഴും പറയില്ലേ, എന്ത് കഷ്ടതകൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഓണം ആഘോഷിക്കുന്നു പറയുന്ന ഒരു ആ ഒരു രീതിയിലാണ് ആളുകളൊക്കെ തൃക്കാക്കരപ്പനൊക്കെ വാങ്ങി ഓണം ആഘോഷിക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു കാര്യത്തിൽ അങ്ങനെ വലിയ മാറ്റങ്ങൾ കുറവ് കൂടുതലെന്നൊന്നും പറയാല്ലേ, എല്ലാവരും ഒരേ രീതിയിൽ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട് അല്ലേ? ചേട്ടനോട് ഞാനൊരു കുഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒരു സമ്മാനമൊക്കെ തരാം. അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ഓണപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നൊരു പാട്ട്, ഒരു നമ്മൾ ഇപ്പോൾ കുറേ ഓണപ്പാട്ടുകളുണ്ട്, പക്ഷേ പരമ്പരാഗതമായിട്ട് നമ്മൾ ഓണത്തിന് പാടി വരുന്ന ഓണപ്പാട്ട്, ഓണത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്ന ആ പാട്ട് ഏതാണ് അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓണപ്പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരിക ഈ പാട്ടായിരിക്കും. അങ്ങനത്തെയാണോ? മാവേലി നാട് വാണിടും കാലം. അപ്പോൾ ആ പാട്ടാണ് നമ്മുടെ ഓണപ്പാട്ട് അല്ലേ? ആ പാട്ട് ഏതാണെന്ന് ചേട്ടൻ കറക്റ്റായിട്ട് പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു സമ്മാനം കൂടെ തരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഓണത്തിന് മധുരമുള്ള ഓണാവട്ടെ ഇപ്രാവശ്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനം. അപ്പോൾ നമുക്ക് ഈ ഓണക്കാലം പായസത്തിനോടൊപ്പം ഐസ്ക്രീമും കൂടെ കഴിക്കാം അല്ലേ? ഹാപ്പി ആയോ? അപ്പോൾ എന്തായാലും ഓണം അടിപൊളിയാവട്ടെ. എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് ചേട്ടന് കിട്ടട്ടെ. ഇതെല്ലാം എല്ലാവരും വാങ്ങട്ടെ, നല്ല കച്ചവടം ഉണ്ടാവട്ടെ, ഓണം ഗംഭീരമാവട്ടെ കേട്ടോ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? 2 പിള്ളേർ. മക്കളെ പഠിക്കുകയാണോ? മോള് 9 പഠിക്കുന്നു, ദേവിക. പിന്നെ മോൻ ആഷിഖ് 8 പഠിക്കുന്നു. രണ്ടുപേർക്കും ഐസ്ക്രീം ഒക്കെ കഴിക്കുക ഓണത്തിന് അല്ലേ? എല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ. അപ്പം അങ്ങനെ ഓണം എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണല്ലോ. എല്ലാ തരത്തിലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ള ഒരു ഓണക്കാലമാണ് നമ്മളെല്ലാവരും എപ്പോഴും വിഷ് ചെയ്യുക അല്ലേ? അതിനെന്ത് വേണം? നമ്മുടെ ചുറ്റുമുള്ള ഇതുപോലുള്ള ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവർക്കും ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തെ ആ ഒരു എഫേർട്ടൊക്കെ ഈ ഓണക്കാലത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടൊക്കെ ഗംഭീരമാവണമെങ്കിൽ നമ്മളെല്ലാവരും മനസ്സ് വെക്കണം അല്ലേ? അപ്പം അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഓണം ആവട്ടെ ഇപ്രാവശ്യത്തെ. ഇനി നമുക്ക് അടുത്ത ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം അല്ലേ ഇന്നത്തെ. ഹലോ, ഇരിങ്ങാലക്കുടയിലെ ഓണം എവിടെ വരെ എത്തി? ഓണം വന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള ചോദ്യമായി, ഇനി 5-8 ദിവസം കൂടി ഉണ്ട്. നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഓണമായി ബന്ധപ്പെട്ട് എല്ലാ ഐറ്റംസും ഇവിടെ കാണാനുണ്ട് അല്ലേ? തൃക്കാരപ്പനുണ്ട്, കസവ് മുണ്ടുണ്ട്, ഡെക്കറേഷൻസ് ഉണ്ട്, റെഡിമെയ്ഡ് പൂക്കളുണ്ട്, പുലിക്കളിയുടെ മുഖമൂടി ഉണ്ട്, അങ്ങനെ ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഓണത്തിനെ വരവേൽക്കുകയാണ് നമ്മളല്ലേ? തീർച്ചയായിട്ടും ഓണമല്ല നമ്മുടെ മെയിൻ. ഓണം 8 ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് അടിച്ചു പൊളിക്കാൻ തന്നെ തിരുവോണത്തിനാണ്. കച്ചവടമൊക്കെ എങ്ങനെയാ? ആളുകളൊക്കെ ഓണക്കച്ചവടം തുടങ്ങിയോ? എക്സാം സീസൺ അല്ലേ, വ്യാഴാഴ്ച എക്സാം കഴിയും, അത് കഴിഞ്ഞാൽ തുടങ്ങി. നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ? ചേട്ടൻ്റെ പേര്? കണ്ണൻ. എല്ലാ
ഓണത്തിനും ഇങ്ങനെ ഓണ വൈബ് ആവുമോ നമ്മുടെ കടയിൽ? എനിക്ക് തോന്നുന്നു എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ കടയിലെല്ലാം, ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഓണ സമയത്ത് ഇങ്ങനെ ഓണ വൈബിലാണല്ലേ? ഞങ്ങൾ സീസൺ ബേസ് കച്ചവടമാണ്. ഓണം, വിഷു, ഈ ക്രിസ്മസ്, അങ്ങനെ എല്ലാ സീസണിലും കച്ചവടം ഉണ്ടല്ലോ. അപ്പം എന്തായാലും ഈ ഓണക്കാലത്തെ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ ഞങ്ങളൊരു കുഞ്ഞു ഓണ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകാം കേട്ടോ. അതായത് നമുക്ക് പൂക്കളം, ഓണത്തിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മൾ കരുതുന്നത് പൂക്കളമാണല്ലോ. ഈ പൂക്കളം ഇടുന്ന സമയത്ത് പൂക്കളത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പൂവുണ്ടല്ലേ, അതേതാ? ചോദ്യമാണെന്ന് പോലും ചേട്ടന് തോന്നിയില്ല, അതിനു മുമ്പ് ഉത്തരം വന്നു കേട്ടാ. ഇതൊക്കെയാണോ ചോദ്യം എന്നാണല്ലേ? നമ്മുടെ തുമ്പപ്പൂവാണ് ഓണപ്പൂക്കളത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ വീട്ടിലിടുന്ന പൂക്കളത്തിൽ തുമ്പപ്പൂ ഉണ്ടാവാറുണ്ടോ? ഞാൻ വീട്ടിൽ ഇടാറ്. ഞാൻ ഇടുമ്പോൾ സെൻറ്ററിൽ തുമ്പപ്പൂ വയ്ക്കാറ്, ബാക്കി പൂക്കളുള്ള. അങ്ങനെ ഒരാളോടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലേ? ചെറുപ്പത്തിലെ ഓണപ്പൂക്കളം ചേട്ടൻ തന്നെയാണോ ഇടാറ്? ഇപ്പോഴും എപ്പോഴും ചേട്ടൻ തന്നെയാണോ? അമ്മ, ചേച്ചിമാർ അവരൊക്കെ ഇടാറ്. ഇപ്പോൾ ചേട്ടൻ അത് ഏറ്റെടുത്തിരിക്കുകയാണല്ലേ? ഇല്ലില്ല, വീട്ടിൽ ഇപ്പോൾ വൈഫും പിള്ളേരാണ്, അവർ എക്സാമൊക്കെ അതിന് പഠിക്കുന്നു. അപ്പോൾ നമ്മളിടുന്നു. അപ്പോൾ ഈ തുമ്പപ്പൂവ് എന്ന് പറയുമ്പോൾ പൂക്കളത്തിൽ പ്രാധാന്യം ഉണ്ടെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല അല്ലേ? നമ്മൾ റെഡിമെയ്ഡ് പൂക്കളൊക്കെ ഇതാ ഇവിടെ ഉണ്ടല്ലോ, റെഡിമെയ്ഡ് പൂക്കളം, ഒറിജിനൽ പൂവല്ലാത്ത പ്ലാസ്റ്റിക് പൂവിൻ്റെ പൂക്കളമൊക്കെ കിട്ടുന്ന ഈ ഒരു കാലത്ത് ഓണപ്പൂക്കളത്തിൻ്റെ പ്രാധാന്യം പലരും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പലർക്കും അറിയില്ല. ചേട്ടൻ എങ്ങനെയാണ് പഴയ ഓണവും പുതിയ ഓണമൊക്കെ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓണം തന്നെയാണ്. അത് പണ്ടത്തെ കാരണന്മാരും എല്ലാവരും കൂടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ന്യൂ ജനറേഷനായില്ലേ, ന്യൂ ജനറേഷനിൽ ഇപ്പോൾ പിള്ളേർക്കൊന്നും അറിയില്ല, നമ്മൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം, അങ്ങനെ വ്യത്യാസമുള്ള. ചേട്ടൻ്റെ മക്കൾക്ക് ഇങ്ങനെ പഴയ ഓണക്കാലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും അവർക്കറിയാം. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്കത് കറക്റ്റായിട്ട് അറിയാം. മക്കളുടെ പേരെന്തൊക്കെയാ? കാർത്തിക. എക്സാം ഒക്കെയാണ്, ഇനി ഓണം ആഘോഷിക്കാൻ ഉള്ള മൂഡിൽ നിൽക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഇത്തവണത്തെ ഓണം നമുക്ക് കുറച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ച് മധുരമുള്ളതാക്കിയാലോ? കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനം. കാർത്തികയ്ക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൂടെ ഐസ്ക്രീം കഴിക്കാം ഈ ഓണത്തിന്. അപ്പോൾ ഹാപ്പി ഓണം. ചേട്ടൻ്റെ പേരെന്താ? ഷാജൻ. ചേട്ടൻ എങ്ങനെയാ ഓണക്കാലത്തിൻ്റെ വൈബൊക്കെ ആയി തുടങ്ങിയോ? ഓണം ഒരു മനസ്സിന് ആനന്ദകരമായിട്ടൊരു ഇതാണല്ലോ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഴയ കാലത്തിൻ്റെ അത്രയും ഇതില്ലെങ്കിലും ഇപ്പോഴും എന്നാലും ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ആഘോഷിക്കുന്നതിനനുസരിച്ച് നമ്മളും ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് പോവുകയാണ്. എല്ലാവരും ചേർന്ന് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ ജനറേഷനോടൊപ്പം ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. ഞങ്ങൾ കുറച്ച് പഴയ ജനറേഷനിൽ പെട്ട ആൾക്കാരാണ്. അപ്പോൾ ആ പഴയ ഓണത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർമ്മകളാണ് ഇപ്പോൾ നമ്മൾ ഈ വരുന്ന ഓണങ്ങളിൽ നമ്മുടെ കൂടുതൽ പ്രചോദനം, ആ പഴയ ഓർമ്മകൾ. അങ്ങനെ പഴയ ഓർമ്മകളിൽ പഴയ ഓണക്കാലത്ത് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? അതായത് പഴയ കാര്യം എപ്പോഴും ഓർമ്മ വരാം. ഈ പൂക്കൾ പറിക്കാൻ ചെറുപ്പത്തിലെ കുട്ടികളായിട്ട് ഞങ്ങൾ ഒരു മത്സരമൊക്കെ ഉണ്ട് വീടുകൾ തോറും. അത് രാവിലെ എനിക്ക് ഈ പൂക്കൾ തേടി, അന്ന് വേലികളും മറ്റുള്ള ഇതുകളിലാണ്, വീട്ടിൽ ഇതേമാതിരിയുള്ള ഗാർഡനും മറ്റും സെറ്റൊന്നുമല്ല. അപ്പോൾ അന്ന് ആ വേലികളിലും അതിലൊക്കെ നടന്ന് പൂ പൊട്ടിച്ച് വീട്ടിൽ അത് കണ്ട് കുറച്ച് നേരം ആസ്വദിക്കുന്നതാണ് ഏറ്റവും ആനന്ദകരമാണ്. ഇന്ന് പിന്നെ ആർട്ടിഫിഷ്യലായി. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോകുന്നു, പൂ വാങ്ങുന്നു, ആ പൂ ഇടുന്നു, എല്ലാ വീട്ടിലെ പൂക്കളും ഏകദേശം ഒരുപോലെ ഇരിക്കും അല്ലേ? ചെട്ടി, ഇങ്ങനെ ജമന്തി, അങ്ങനെ ചെണ്ടുമല്ലി, അങ്ങനെയുള്ള പൂ. അന്ന് അങ്ങനെയല്ല, തൊട്ടാവാടി, അതുമാതിരി മുക്കുറ്റി, ചെത്തി, ചെമ്പരത്തി, അങ്ങനെയുള്ള നാടൻ പൂക്കളെ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുള്ള പൂക്കളങ്ങളാണ്. അത് ഒരു വളരെ കുളിർമ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് ഏറ്റവും ആനന്ദകരമായൊരു കാലമാണ്. അതൊരു 10 ദിവസം തൊട്ട് അതിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കിട്ടുന്ന ഏറ്റവും ഒരു അനുഭൂതിയാണത്. ഇപ്പോൾ പഴയ തരത്തിൽ നാടൻ പൂക്കൾ ഉപയോഗിച്ചിട്ടുള്ള പൂക്കളാണ് ചേട്ടൻ്റെ മനസ്സിൽ നിൽക്കുന്ന പൂക്കളം. ഇപ്പോൾ വീട്ടിലിടുന്ന പൂക്കളം എങ്ങനെയാണ്? ഞാൻ ഇതിൽ വലിയ താല്പര്യമുള്ള ആളാണ്, കുറച്ച് പ്രായയിലും. അതിനോട് ഇപ്പോഴും എൻ്റെ വീട്ടിലിപ്പോൾ കുട്ടികളൊക്കെ അവർ ഓരോ വിദേശത്തും പല സ്ഥലങ്ങളിലായ കാരണം ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ പൂക്കളൊക്കെ ശേഖരിച്ച് രാവിലെ ഇട്ടും. അതിൽ കുറച്ച് ഇപ്പോൾ വാങ്ങിക്കുന്ന പൂക്കൾ സമയമില്ലല്ലോ, അത് കാരണം ഈ പഴയ മാതിരി പൂവൊക്കെ പറിക്കാനുള്ള സമയമില്ല. എന്നാലും കുറച്ച് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചില ചെടികളിൽ നിന്നും ഇവിടെ ഇപ്പോൾ ഇവിടെ വിൽക്കപ്പെടുന്ന പൂക്കളെ വെച്ചിട്ട് ഒരു പൂക്കളം നമ്മൾ ഒരിക്കലും മുടക്കില്ല. ഒരു ഓണപ്പാട്ടായാലോ പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്? അങ്ങനെ ഒരു പാട്ട് എനിക്ക് ഓണപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ പണ്ട് ഞങ്ങൾ ഇങ്ങനെ
ഓണക്കളിക്ക് കളിക്കും. അതിലിങ്ങനെ എല്ലാവരും കൂടി ആർത്തുല്ല സീനൊരു പാട്ടുണ്ട്, ഓണപ്പാട്ടുണ്ട് ഉണ്ടല്ല, ഓണക്കളി പാട്ട്. ചാടി ഹനുമാൻ രാവേളൻ്റെ മതിലിന്മേൽ ഇരുന്നു ഹനുമാൻ രാവണനോടൊപ്പം എന്തടാ രാവണ സീതേ കക്കാൻ കാരണം പിടിക്കും ഞാൻ വലിക്കും ഞാൻ പിടിച്ച കൈയൊടിക്കും ഞാൻ ഒക്കെ. അമ്പോ നല്ലൊരു ഓണപ്പാട്ട്, ഒരു കുമ്മാട്ടിപ്പാട്ടാണല്ലേ ഇത് ശരിക്കും അല്ലേ? അങ്ങനെ ഒരു കുമ്മാട്ടി സ്റ്റൈലിലുള്ള ഒരു പാട്ടാണ്. അങ്ങനെ ചാടിക്കത്തുള്ളി എന്നുള്ള ആ ചെറുപ്പകാലത്തിൻ്റെ. അപ്പോൾ അടിപൊളി പാട്ടൊക്കെ പാടി തന്ന ചേട്ടനോട് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ കൂടി, ചേട്ടന് ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഓണത്തിന് പൂക്കളിടുമ്പോൾ എപ്പോഴും വട്ടത്തിലാണല്ലോ പൂക്കളിടുക, ഒരു ദിവസം മാത്രം വേറൊരു ഷേപ്പിലാണ് പൂക്കളിടുക. അത്രേ ഉള്ളൂ. മൂലത്തിനാണ് നമ്മൾ ചതുരത്തിന് പൂക്കളിടുന്നത് അല്ലേ? പൂക്കളം വർഷങ്ങളായി പൂക്കളിടുന്നത് ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളോട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഈ ചേട്ടനോട് ഇതല്ലാതെ ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും? പൂക്കളത്തിനെ കുറിച്ച് എത്ര കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ? പഴയ പൂക്കളം, പുതിയ പൂക്കളം. അപ്പോൾ ചേട്ടന് ഞങ്ങളുടെ ഒരു സമ്മാനം ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. ഓണത്തിന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് അടിപൊളിയാക്കാം. ഓക്കെ, ഹാപ്പി ഓണം. ചേട്ടൻ്റെ പേരെന്താ? രാജേഷ്. ഇരിങ്ങാലക്കുട ഇവിടെ അടുത്ത് തന്നെയാണോ? ഞാൻ ബസ് ഓടിക്കുന്നു. ഇവിടെ ഈ റൂട്ട് തന്നെയാണോ ബസ്? അപ്പൊ നമ്മള് ബസ് ഓടിച്ച് നടക്കുമ്പോഴേ നമുക്കിങ്ങനെ ഓണ സമയമാകുമ്പോ, സീസൺ ഓണം ആവുമ്പോ ആ ഒരു വൈബ് മാറ്റമൊക്കെ മനസ്സിലാവോ? മറ്റേ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അത് ഭയങ്കര നമ്മുടെ ടെൻഷനാണ് നമുക്ക്. ഓണക്കാലായ തൃക്കരപ്പം വയ്ക്കും, പൂ കച്ചവടം എല്ലാം കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ഏറ്റവും ടെൻഷനുള്ള സംഭവം. ഓണം ആയി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു തിരക്ക് കൂടും അല്ലേ ഇവിടെ? പക്ഷെ ഓണമായ നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളീയരുടെ ഒരു ഉത്സവമല്ലേ, അപ്പം അത് നല്ലൊരു ഉത്സവമായിട്ട് തന്നെ പോകണം. അപ്പോൾ ബ്ലോക്കല്ല അവിടെ നോക്കുക നമ്മള്. ബ്ലോക്കൊക്കെ ഈ ഒരു സീസണിലുള്ള ബ്ലോക്കൊക്കെ നമ്മൾ അങ്ങോട്ട് സഹിക്കില്ലേ? നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കണം. അതാണ് നമ്മുടെ ഓണക്കാലം. ചേട്ടനോടൊരു ചോദ്യം ചോദിക്കട്ടെ? നമ്മൾ ഉത്തരം ചേട്ടൻ പറയണോ? പറയണ്ട. ഉത്തരം കിട്ടിയില്ലെങ്കിൽ സാരില്ല, നമുക്ക് അടുത്ത സമയം നോക്കാം. ചോദ്യം കുഞ്ഞു ചോദ്യം, ഉത്തരം കിട്ടും. അതായത് നമ്മൾ ഓണ സമയമാകുമ്പോൾ അത്തച്ചമയം ഒക്കെ കേട്ടിട്ടില്ലേ? അത്തച്ചമയം. ഈ അത്തച്ചമയം നടക്കുന്ന പ്രശസ്തമായിട്ടൊരു സ്ഥലമുണ്ട്, അത് എവിടെയാ? വടക്കുന്നാഥൻ ക്ഷേത്രം. തൃശ്ശൂരല്ല, കഴിഞ്ഞ ദിവസമൊക്കെ നടന്നു കഴിഞ്ഞതാണ് അത്തച്ചമയം. തൃശ്ശൂരല്ല. ഓർമ്മയില്ല. ഇല്ല, നമ്മൾ ബസ് ഓടിക്കുന്ന നമുക്കത് ആലോചിക്കാൻ നേരില്ല ഇപ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ ആലോചിച്ചാണ്. ചേട്ടൻ ഒന്ന് ഇപ്പൊ ബസ് ഓടിക്കാത്ത സ്ഥിതിക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇന്നലെ ഇറങ്ങിയുള്ളൂ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. ഞാൻ സാരില്ല. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത തവണ നോക്കാം അല്ലേ? ഓണം എന്തായാലും ഗംഭീരാവട്ടെ. ഹാപ്പി ഓണം. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽ മാണിക്യൻ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ദാ നോക്കൂ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നമ്മൾ തൃക്കാരപ്പനിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന പൂക്കളില്ലേ, പ്ലാസ്റ്റിക് പൂക്കൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പൂക്കൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് വീട്ടിലൊക്കെ ഭംഗിയിൽ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും. എന്ത് ഭംഗിയാണ് കാണാൻ, പല കളറിലുള്ള പൂക്കളാണ് ഇവിടെ ഉള്ളത്. പേരെന്താ? അപർണ. അപർണ. അപർണ, ഇത് തൃക്കാരപ്പനിൽ വെക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ളതാണോ? ഏതൊക്കെ? അതെ. എങ്ങനെയാ ആളുകളൊക്കെ ഇതൊക്കെ വാങ്ങാനുള്ള സമയമൊക്കെ ആയോ? വാങ്ങി തുടങ്ങിയോ? ഒരുപാട് പേര് വരുന്നുണ്ടോ? തിരക്കാവണുള്ളൂ, ഇനി 3-4 ദിവസം കൂടി കഴിയണം. അപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മളിത് സ്പെഷ്യലായിട്ട് ഇറക്കുമ്പോൾ ഓരോ വർഷവും മാറി മാറി എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ടുവരില്ലേ? ഇത്തവണ നമ്മൾ എന്താ പുതുമയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? വെറൈറ്റി എന്ന് പറയാൻ കളറാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് ഓരോരോ മോഡല് ആണ്. നമ്മൾ സാധാരണ എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു പൂവ് അല്ലേ? ഇതിങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടെ ഇരിക്കുമ്പോൾ ഇത് പ്രത്യേക ഭംഗിയുണ്ടല്ലേ? പിന്നെ ഈ പൂവാണ് വെറൈറ്റി, ചെമ്പരത്തി. ഈ ഒരു ചെമ്പരത്തി പോലുള്ള ഈ ഒരു പൂവ് ഇതൊന്നും എടുത്തോട്ടെ. ഇതും കുറച്ച് ശരിക്കുമുള്ള ചെമ്പരത്തി പൂവിനെ പോലെ തന്നെ ഉണ്ട് ഇതും കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ച് വരുന്നുണ്ടോ? എങ്ങനെയുണ്ട് ആളുകളുടെ റെസ്പോൺസ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വില ചോദിച്ചു പോവും, പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി പോവാണ്, എന്തൊക്കെ വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ വരണേ? 10 രൂപ എല്ലാത്തിനും. ഇതിൽ ഏത് പൂ എടുത്താലും 10 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ എടുക്കാം അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ ഓണക്കാലത്ത് തൃക്കാരപ്പനിൽ വെക്കാൻ വേണ്ടി മാത്രമല്ല, വീട്ടിലിങ്ങനെ ഡെക്കറേഷനായിട്ട് ഫ്ലവർ വേസിൽ വെക്കാനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. അപർണ ഇങ്ങനെ ഓണക്കാലം ആകുമ്പോൾ ഇങ്ങനെ ബിസിനസ്സായിട്ട് ഇറങ്ങുന്ന ആളാണോ? എങ്ങനെയാ? അതിപ്പോൾ 3 വർഷമായിട്ട് ഉണ്ട്. ഹസ്ബൻഡാണ് ചെയ്യണത്, പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ ഓണം സീസണിൽ മാത്രമാണോ ഇത് ചെയ്യുക? ഓണം സീസൺ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ബൾക്കായിട്ട് വാങ്ങുന്നതായിരിക്കും അതോ വീട്ടിൽ എടുക്കണത്? അപ്പോൾ ഈ ഓണക്കാലത്ത് പൂക്കൾ നമ്മളിങ്ങനെ കൊടുക്കുന്ന പോലെ അല്ലാത്ത ടൈമിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? കളിമൺ പാത്രങ്ങൾ.
ഓണ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉത്സവം തന്നെയാണല്ലേ. കളിമൺ പാത്രങ്ങൾ എന്ന് പറഞ്ഞാലും തൃക്കാരപ്പൻ, പൂക്കള്, അങ്ങനെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കുറേ നാളത്തെ നമ്മുടെ കാത്തിരിപ്പാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ അത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപർണയോട് ഞങ്ങളൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓണം എന്ന് പറയുമ്പോൾ തിരുവോണമാണല്ലോ ഓണം. തിരുവോണത്തിന് തലേ ദിവസം അതേത് ദിവസമാണ്? ഉത്രാടം. ഉത്രാടം നമുക്ക് കുറച്ച് സ്പെഷ്യലാണല്ലേ. കച്ചവടം കൂടുതലുള്ള ദിവസമാണ്. നമ്മൾ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയില്ലേ, ആ ദിവസമാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള തിരക്കല്ലേ. ഒരുപാട് പേര് വന്ന് പൂക്കളാണെങ്കിലും തൃക്കാരപ്പനാണെങ്കിലും ഒക്കെ വാങ്ങാനായിട്ട് ഓടി നടക്കുന്ന ഒരു സമയമാണ് ഉത്രാട ദിവസം. അപ്പോൾ ആ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ അപർണയ്ക്ക് ഞങ്ങളുടെ ഒരു സമ്മാനമുണ്ട്. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് കേട്ടോ. ഹാപ്പി ആയില്ലേ? ഇത് വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് അപർണയുടെ? അച്ഛനും അമ്മയും പിന്നെ ഹസ്ബൻഡ്. എല്ലാവരും ചേർന്ന് ഓണം ആഘോഷിക്കുമ്പോൾ ഇത്തവണ കുറച്ച് മധുരം കൂടും. കാരണം നമ്മൾ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസും കൂടെ ഓണത്തിന് നമുക്ക് കഴിക്കാം അല്ലേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമ്മൾ 3 പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്താ പേര്? എൻ്റെ പേര് ഷീബ. സുനിത. സന്ധ്യ. നിങ്ങളെല്ലാവരും ഇവിടെ അടുത്ത് തന്നെയാണോ? വീട് എവിടെയാ? ഞങ്ങളുടെ കിരിഞ്ഞാലോടെ തന്നെ. നിങ്ങൾ എവിടെ പോയിട്ട് വരാ? കുടുംബശ്രീ CDS. ഓണ ഇതുണ്ടായിരുന്നു ചന്ത മുനിസിപ്പാലിറ്റിയിൽ, അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നേ. ഓണച്ചന്ത കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അതായത് ഓണം നമുക്കിവിടെ എത്തിക്കഴിഞ്ഞു. അന്ന് ഉദ്ഘാടനമായിരുന്നു, അപ്പം അതിനുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ ഇനി തിരക്കാവാൻ പോണേ ഉള്ളൂ അല്ലേ. നാളെ തൊട്ട് ഞങ്ങൾക്ക് നല്ല തിരക്കായിരിക്കും. ഈ ഓണക്കാലം ആയി കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടൊരു എനർജി വരും അല്ലേ നമുക്ക്. അത് ഇവിടെ നിന്നാ വരണമെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ആ എനർജി ഒക്കെ വന്നോ? വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാ? വന്നിട്ടുണ്ട്. ചേച്ചി വായൊക്കെ പൊത്തി പിടിച്ചിരിക്കുക. വായന്ന് എന്തെങ്കിലും പുറത്ത് വന്നാലോ എന്ന് പേടിച്ചിട്ട്. നമ്മൾ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയില്ലേ. അപ്പോൾ ചേച്ചിക്ക് ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഓണത്തിന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുക, അങ്ങനെയൊക്കെ ഒരു ഇത്. ഒരു ഓണം ആഘോഷം അല്ലേ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം? അതന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തിരുവാതിര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കാൻ, കളിക്കാനല്ല. ഇനിയിപ്പോൾ എങ്ങാനും ഒരു 2 സ്റ്റെപ്പ് കളിക്കുമെന്ന് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് വേഗം പറയാം. കാണാനോ ഇഷ്ടം. കളിക്കാറില്ലേ നിങ്ങളിങ്ങനെ ഓണാഘോഷമൊക്കെ വരുന്ന സമയത്ത്? കളിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞത് തന്നെ, കളിക്കുമോ എന്ന് പറയുമോ എന്ന് പേടിച്ചിട്ട് കാണാൻ ഇഷ്ടം എന്ന് പറഞ്ഞതാ. എന്തായാലും ഞാനൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. നമ്മൾ ഓണാഘോഷം എന്ന് പറയുന്ന സമയത്ത് പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ അത്തച്ചമയം വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരെന്താ? അത് നമ്മുടെ ഇവിടെ നടക്കുന്നത് ഈ കൂടമ്മാണിക്ക് അമ്പലത്തിൻ്റെ ഇതായിട്ട് വരും. അതല്ലാതെ നമ്മളിങ്ങനെ അത്തച്ചമയത്തിന് പ്രശസ്തമായിട്ടുള്ള തൃശ്ശൂർ കൂടൽ പുലിക്കളിയൊക്കെ ഉണ്ട്. അതല്ലാതെ ഇതാണ് ഞാൻ ഇത്ര നേരം മിണ്ടാതെ വായ പൂട്ടി നിന്ന ആള് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞതുണ്ടോ ചേച്ചി? തൃപ്പൂണിത്തറ അത്തച്ചമയത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇത്തവണത്തെ ചേച്ചി കണ്ടിരുന്നോ? അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. ഓൾറെഡി അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് അത്തച്ചമയം തൃപ്പൂണിത്തറ വളരെ പ്രശസ്തമാണ്. അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. നമ്മൾ ഇതിൽ പെട്ടതാളല്ല, നമ്മൾ ക്രിസ്ത്യാനിയാണ്. നമ്മൾ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുകയല്ലേ. അപ്പം എന്തായാലും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. ഇത്ര നേരം മിണ്ടാതെ ലാസ്റ്റ് ആൻസർ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ ചേച്ചിക്കാണ് ഇന്നത്തെ സമ്മാനം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. ഓണം നമുക്ക് കുറച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ആഘോഷിക്കാം. ഓക്കെ, അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. 3 കൂടെ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരോ? ഒരു പാട്ട് നമ്മൾ ഓണാഘോഷത്തിലൊക്കെ പാടുന്ന ഒരു പാട്ട്. ചേച്ചി പാടൂ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ചേർന്ന് പാടണം. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും തീരം പാടൂ. അറിയണില്ല, മറുത്ത ടെൻഷനാട്ടാ. വരി പെട്ടെന്നൊക്കെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരാത്തതാണ് അല്ലേ. നല്ല പാട്ടുകാരിയാണെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ചേട്ടൻ്റെ പേരെന്താ? ഷഹനാദ്. ഇവിടെ ഇരിങ്ങാലക്കുട തന്നെയാണോ വീട്? അതെ അതെ, കാട്ടൂര്. ഇപ്പോൾ ഓണമൊക്കെ ആയപ്പോൾ എങ്ങനെയുണ്ട് ഇരിങ്ങാലക്കുടയിൽ? തിരക്കൊക്കെ കൂടിയോ? കൂടി വരുന്നു. നമ്മൾ ഓണമൊക്കെ എത്തിയോ? നമുക്ക് വീട്ടിലൊക്കെ എങ്ങനെയാ ഓണം ആഘോഷിക്കാറുണ്ടോ? ആഘോഷിക്കാറുണ്ട്. പോണേ ഉള്ളൂ ഓണത്തിന്റെ ഇത്. ബൈബിളിലേക്ക് എത്തണേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഓണം എന്ന് പറയുമ്പോഴേ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അങ്ങനെ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യുക, അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ ഓണക്കാലത്ത് ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടുണ്ട്. പണ്ട് മുതലേ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഓണത്തിൻ്റെ ആ ഒരു കഥ പോലെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു പാട്ട്. അത് ഏതാ ആ പാട്ടെന്നറിയോ? അറിയില്ല.
ഒന്ന് ആലോചിച്ചാൽ കിട്ടും, കാരണം അത് എല്ലാ ഓണാഘോഷത്തിലും എപ്പോഴും പാടുന്നൊരു പാട്ടാണ്, പണ്ട് തൊട്ടേ പാടുന്നൊരു പാട്ടാണ്. അതന്നെ. ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്നുണ്ടോ? മാവേലി ആണ് നടണം. മാവേലി നാട് വാണിടും കാലം, ആ പാട്ടാണ്. നമ്മൾ പണ്ട് തൊട്ടേ മാവേലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്ന ഒരു പാട്ട്, മനസ്സിൽ വരുന്ന ഒരു പാട്ടാണ്. കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ ചേട്ടന് ഞങ്ങളുടെ ഒരു സമ്മാനമുണ്ട്. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനം. ഈ ഓണം അടിപൊളിയാക്കണം കേട്ടോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അങ്ങനെ ഓണം, ഇരിങ്ങാലക്കുടയിൽ ഓണം എത്തിത്തുടങ്ങി. നല്ല തിരക്ക് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മൊത്തത്തിൽ ഓണമായി കഴിഞ്ഞാൽ എല്ലാവരും ഓണാണല്ലോ, മൊത്തത്തിൽ ആ ഒരു തിരക്ക് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഓണവിപണിയൊക്കെ വിപുലമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാവരും ഓണത്തിനായിട്ടുള്ള ഒരു ഓണപ്പാച്ചിൽ എന്നൊക്കെ പറയില്ലേ, അതിലാണ്. അപ്പോൾ എന്തായാലും ഓണം വൈബിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഓണാഘോഷത്തിലെ തിരക്കിലൊക്കെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ സമ്മാനമുണ്ട്. ഈ ഓണത്തിന് കൂടുതൽ മധുരം പകരാനായിട്ട് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിൻ്റെ കുറേ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന് പായസത്തിനൊപ്പം ഐസ്ക്രീമും കഴിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം ഓണം വൈബുമായിട്ട് മറ്റൊരു സ്ഥലത്ത് വീണ്ടും പുതിയ ആളുകളെ പരിചയപ്പെടാം, ഓണവിശേഷങ്ങൾ കേൾക്കാം.